ഹലോ ഓൾ, വെൽക്കം ബാക്ക്. നമ്മൾ ലോങ് ടേം ഫിനാൻസ് മാനേജ്മെൻറ്റ്, ലോങ് ടേമിലേക്കുള്ള ഫിനാൻസ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് എവിടെ നിന്നൊക്കെ ക്യാപിറ്റൽ എടുക്കാം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് എടുക്കാം, ഡെപ്റ്റ്, ഇക്വിറ്റി അല്ലെ ലീസായിട്ട് എടുക്കാം. ഇൻറ്റേർണൽ സോഴ്സിൽ നിന്ന് എടുക്കാം, റീറ്റെയിൻഡ് ഏണിങ്സ്. പിന്നെ ഇൻട്രഡക്ഷൻ ടു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് നമ്മളൊരു കാര്യം പഠിച്ചു. ഡെപ്റ്റിന് എങ്ങനെയാണ് കോസ്റ്റ് വരിക, ഇക്വിറ്റിക്ക് എങ്ങനെയാണ് കോസ്റ്റ് വരിക, വാക്ക് എന്താണ്, എന്തൊക്കെ കൺസിഡർ ചെയ്യണം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് സോഴ്സ് ഓഫ് ഫിനാൻസിട്ട് തന്നെ പോവാം. അതായത് എവിടെ നിന്നൊക്കെ നമുക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യാം. ഡെപ്റ്റ് ഫിനാൻസിങ് ആദ്യത്തെ സോഴ്സ് ഓഫ് ക്യാപിറ്റലാണ്. യെസ്, ഡെപ്റ്റ് ഫിനാൻസിങ്. നമ്മൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കും. അതായത് ഈ ഡെപ്റ്റ് എടുക്കുന്നതിന് എന്തോരം കോസ്റ്റ് വരുന്നുണ്ട്, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ടാവും. സോ അതിന് മുമ്പ് തന്നെ ഒരു ഡെപ്റ്റിന് എന്ത് കോസ്റ്റ് വരും എന്നറിയുന്നതിന് മുമ്പ് ഒരു ഡെപ്റ്റ് ഫിനാൻസ് എന്താണെന്ന് നമുക്കറിയാം, ഡെപ്റ്റ് ഫിനാൻസിങ് എന്താണെന്ന് നമുക്കറിയാം. സോ ഈ വീഡിയോയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക ആദ്യത്തെ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള ബോണ്ടായിരിക്കും. ആദ്യത്തെ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള ബോണ്ടായിരിക്കും. എന്താണ് ബോണ്ട്സ്, എന്താണ് ബോണ്ട്സിൻ്റെ ഫ്യൂച്ചേഴ്സ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ബോണ്ട്സിൻ്റെ സ്പെഷ്യാലിറ്റി. സോ നിങ്ങൾക്ക് മെറ്റീരിയൽ നോക്കിയാലും മനസ്സിലാവും, കുറച്ച് വലിയ യൂണിറ്റാണ്. സോ അതുകൊണ്ട് നമ്മൾ പാട്ടായിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവുക. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളത് എന്താണ് ബോണ്ട്, അതിന് യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസ്, എന്താണ് പാർ വാല്യൂ, എന്താണ് റിസ്ക് ഫ്രീ റേറ്റ്, എന്താണ് ഡിസ്കൗണ്ട്, പ്രീമിയം, അങ്ങനെയുള്ള കുറച്ച് ടേംസ്. പിന്നെ എങ്ങനെയാണ് ഒരു ഡെപ്റ്റ് വർക്ക് ചെയ്യുന്നത്, ഒരു ബോണ്ട് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ റിട്ടേൺ കൊടുക്കുന്നത്. ഇങ്ങനെ ബേസിക് കാര്യങ്ങളായിരിക്കും ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടാവുക. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നോക്കുക, എന്താണ് ബോണ്ട്. ബോണ്ടെന്ന് പറഞ്ഞാൽ ലോങ് ടേം ബോറോയിങ് ആണ്. ഓഫ് കോഴ്സ് ആയിരിക്കണമല്ലോ, ലോങ് ടേമിലേക്ക് ഫിനാൻസ് എടുക്കുന്നതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് വിളിക്കുക. അപ്പോൾ ബോണ്ടെന്ന് പറഞ്ഞാൽ എന്താ, ലോങ് ടേമിലേക്ക് നമ്മൾ എടുക്കുന്ന കടം, സിംപിളി പറഞ്ഞാൽ ഡെപ്റ്റാണ്. ലോങ് ടേമിലേക്ക് നമ്മളൊരു കടലാസ് പോലെ എഴുതി കൊടുക്കുകയാണ്. ഇതിന് 1000 രൂപയുടെ വാല്യൂ ഉണ്ട്. കമ്പനി പറയുകയാണ് ഈ ഒരു ബോണ്ടിന് 1000 രൂപയുടെ വാല്യൂ ഉണ്ട്, ഇത് നിങ്ങൾ മേടിച്ചോ, എന്നിട്ട് 1000 രൂപ ഞങ്ങൾക്ക് താ എന്ന് പറഞ്ഞ് വിൽക്കും. എന്നിട്ട് ഭാവിയിൽ അതിൻ്റെ മെച്യൂരിറ്റി ആകുമ്പോൾ, മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഇത്ര നാളത്തേക്കായിരിക്കും ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യുക. ചിലപ്പോൾ അത് 5 years ആയിരിക്കും, ചിലപ്പോൾ അത് 8 years ആയിരിക്കും, ചിലപ്പോൾ അത് 6 years ആയിരിക്കും. സോ അതിൻ്റെ മെച്യൂരിറ്റി എത്തുമ്പോൾ, അതായത് 5 വർഷം കഴിയുമ്പോൾ ആ ബോണ്ട് കൊണ്ടുവന്ന് തിരിച്ചു തരുമ്പോൾ അവർ തന്ന ആ 1000 രൂപ നമ്മൾ തിരിച്ചു കൊടുക്കും. ആൻഡ് ഈ 5 വർഷവും ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ്, ചിലപ്പോൾ 10% ആയിരിക്കും, ചിലപ്പോൾ 8% ആയിരിക്കും, അങ്ങനെ നമ്മൾ കൊടുക്കുന്നുണ്ടാവും. സോ ഇതൊരു മുദ്രപത്രം പോലത്തെ ഷീറ്റാണ്. അതിൽ പറയും 5 years ആണ് മെച്യൂരിറ്റി, എന്നാണ് ഇഷ്യൂ ഡേറ്റ്, എത്ര ശതമാനമാണ് റിട്ടേൺ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഫേസ് വാല്യൂ എത്രയാണ്, 1000 ആണ് ഫേസ് വാല്യൂ, ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. സോ ഇതിനെയാണ് ഒരു ബോണ്ടെന്ന് പറയുക. സോ 5 വർഷം കഴിയുമ്പോൾ മെച്യൂരിറ്റി ആകുമ്പോൾ ഈ ബോണ്ട് തിരിച്ചു കൊണ്ട് തരുമ്പോൾ ഈ 1000 നമുക്ക് തിരിച്ചു കിട്ടും. ആൻഡ് ഈ 5 വർഷവും 8% എന്ന് പറയുമ്പോൾ 80 വെച്ച് നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവും, ഇൻട്രസ്റ്റും കിട്ടുന്നുണ്ടാവും. ഇങ്ങനെയാണ് സിംപ്ലി ഒരു ബോണ്ട് വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ അല്ലേ, നമുക്ക് മനസ്സിലായി. ബോണ്ടെന്ന് പറയുന്നത് ഒരു ലോങ് ടേം ബോറോയിങ് ആണ് ത്രൂ ഡെപ്റ്റ് സെക്യൂരിറ്റീസ്, ഡെപ്റ്റ് ഫിനാൻസ് ആണ്. രണ്ടാമെന്ന് പറയുന്നു ബോണ്ട് ഹോൾഡ് ചെയ്യുന്നവർ ലെൻഡേഴ്സാണ്, ഇഷ്യൂവർ എന്ന് പറയുന്നത് ബോറോവേഴ്സ് ആയിരിക്കും. അതായത് ഒരു ബോണ്ട്, ഈ ഒരു മുദ്രപത്രം പോലത്തെ ഒരു സാധനം ബോണ്ട് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് കൊടുക്കുന്നത്, ഇഷ്യൂ ചെയ്യുന്ന ആരാ, ബോറോവറാണ്. നമ്മുടെ കമ്പനി അത് ഇഷ്യൂ ചെയ്തിട്ട് പൈസ തരുന്നയാൾക്ക് അത് കൊടുക്കുക ചെയ്യുന്നത്. സോ ബോണ്ട് ഹോൾഡ് ചെയ്യുന്നത് ലെൻഡേഴ്സാണ്. അതായത് പൈസ തരുന്നയാൾ, പൈസ നമുക്ക് തരുന്ന സപ്ലയർ, പൈസ തരുന്നയാളാണ് ബോണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടാവുക. അത് ഇഷ്യൂ ചെയ്യുന്നത് പൈസ വേണ്ട നമ്മളായിരിക്കും. ഞാൻ എന്ന കമ്പനി ഇതൊരു ബോണ്ടാണെങ്കിൽ ഇത് ഇഷ്യൂ ചെയ്തു, എന്നിട്ട് എനിക്കിപ്പോൾ ഇവിടെയുള്ള ഒരു വ്യക്തി പൈസ തരികയാണ്. അപ്പോൾ അയാൾക്ക് ഞാൻ ഈ ബോണ്ട് കൊടുക്കുന്നു, അയാളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നു. സോ ഈ ബോണ്ട് ഹോൾഡ് ചെയ്യുന്നത് ആ പൈസ തന്നയാളായിരിക്കും, ഈ ബോണ്ട് ഇഷ്യൂ ചെയ്തത് ഞാനായിരിക്കും. ഓക്കെ അല്ലേ. ആൻഡ് അയാൾ ഈ ബോണ്ട് എനിക്ക് റിട്ടേൺ തരുമ്പോൾ, മെച്യൂരിറ്റി ആയിട്ട് റിട്ടേൺ തരുമ്പോൾ അയാൾ തന്ന പൈസ ഞാൻ അയാൾക്ക് തിരിച്ചും കൊടുക്കുന്നു. ഇങ്ങനെയാണ് ഒരു ബോണ്ട് പ്രവർത്തിക്കുന്നുണ്ടാവുക. സോ അയാൾക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ റെഗുലർ ഇൻട്രസ്റ്റ് ആണ്. ഈ 5 വർഷവും ഈ 5 yearsലും 8% എന്നുള്ള ഇൻട്രസ്റ്റും കിട്ടും. ആൻഡ് മെച്യൂരിറ്റി ആകുമ്പോൾ അതിൻ്റെ ഫേസ് വാല്യൂ 1000 ആയിരുന്നു ഫേസ് വാല്യൂ, ആ 1000 തിരിച്ചു കിട്ടും. സോ 5 വർഷത്തേക്ക് 8% വെച്ച് ഇൻട്രസ്റ്റ് കിട്ടുക എന്നുള്ളതാണ് അവരുടെ റിട്ടേൺ വരുന്നത്. ഇങ്ങനെയാണ് ബേസിക്കലി ഒരു ബോണ്ട് വർക്ക് ചെയ്യുക. നിങ്ങൾ അറിയേണ്ട കാര്യം,
ലോങ് ടേമിലേക്കുള്ള ബോറോയിങ് ആണ്, ഒരു ഡെപ്റ്റ് സെക്യൂരിറ്റി ആണ്. ആൻഡ് ആ ബോണ്ട് ഹോൾഡ് ചെയ്യുന്നത് പൈസ തരുന്ന ആൾക്കാരായിരിക്കും, ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് പൈസ വേണ്ട നമ്മുടെ കമ്പനി ആയിരിക്കും. ആൻഡ് അവർക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്, ഫിക്സ്ഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ്. ആൻഡ് മെച്യൂരിറ്റി ആകുമ്പോൾ ആ ബോണ്ട് തിരിച്ചു തരുമ്പോൾ അവർ ആദ്യം തന്ന പൈസ ഫുള്ള് നമ്മൾ റിട്ടേൺ ആയിട്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് കീ ഫീച്ചേഴ്സ് ഓഫ് ബോണ്ട്, കുറച്ച് ടേംസ് ആണ്, നമുക്ക് ആ ടേംസ് ഒന്ന് നോക്കാം. ഓക്കെ, ഫേസ് വാല്യൂ എന്താണ്? ആ ഒരു ബോണ്ടിൻ്റെ മുഖവില $1000, അതിനെയാണ് ഫേസ് വാല്യൂ എന്ന് പറയുക. ഫേസ് വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂ എന്ന് പറയും. ഫേസ് വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂ എന്ന് പറയും. അതും അല്ലെങ്കിൽ പാർ വാല്യൂ എന്ന് പറയും. ഓക്കെ, പാർ വാല്യൂ തന്നിട്ടുണ്ട്. പാർ വാല്യൂ, ഫേസ് വാല്യൂ, നോമിനൽ വാല്യൂ എന്നൊക്കെ പറയും. യൂഷ്വലി നോർമൽ കേസിൽ ഒരു $1000 ആയിരിക്കും അതിൻ്റെ ഫേസ് വാല്യൂ വരുന്നുണ്ടാവുക. 1000 വാല്യൂ, അതായത് ഒരു ബോണ്ട് 1000 ആയിരിക്കും. 10,000 ക്യാഷ് വേണമെങ്കിൽ ഇതുപോലത്തെ 10 ബോണ്ട് അങ്ങ് കൊടുക്കും. 1,00,000 ക്യാഷ് വേണമെങ്കിൽ ഇതുപോലത്തെ 100 ബോണ്ട് അങ്ങ് കൊടുക്കും. മനസ്സിലായില്ലേ? ഒരു ബോണ്ടിൻ്റെ ഫേസ് വാല്യൂ വരിക 1000 ആയിരിക്കും. ജനറലി യൂഷ്വലി, എപ്പോഴും ആവണമെന്നില്ല. ക്വസ്റ്റ്യനിലൊന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ 1000 ആയിരിക്കുമെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. ഓക്കെ, സോ കൂപ്പൺ റേറ്റ് അഥവാ സ്റ്റേറ്റഡ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ പറയും 10% ആണ് ഇതിന് കിട്ടാൻ പോകുന്ന ഇൻട്രസ്റ്റ്. 10% ആണ് കിട്ടാൻ പോകുന്ന ഇൻട്രസ്റ്റ്. സോ എല്ലാ വർഷവും 1000-ന് 10% എന്ന് പറയുമ്പോൾ $100 വെച്ച് നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവും? ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടാവും. മൂന്നാമത്തെ ടേം മെച്യൂരിറ്റി ഡേറ്റ്. എത്ര നാൾ കഴിയുമ്പോഴാണ് ആ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ടുള്ള 1000 റീപേ ചെയ്യുക, അതും മെൻഷൻ ചെയ്യും. ചിലപ്പോൾ ഒരു 5 ഇയേഴ്സ് കഴിയുമ്പോഴായിരിക്കും മെൻഷൻ ചെയ്യുക. സോ 5 ഇയേഴ്സിലേക്ക് ഇതുപോലെ എന്ത് കിട്ടും? 5 വർഷത്തേക്ക് 100 വെച്ച് ഇൻട്രസ്റ്റും കിട്ടും. ആൻഡ് 5ാമത്തെ വർഷം ഈ 1000 എന്ത് കൊടുക്കും? റീപേ ചെയ്യും. അതിനെയാണ് നമ്മൾ മെച്യൂരിറ്റി എന്ന് പറയുക. മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര നാളത്തേക്കാണ് ആ ബോണ്ട് ഇഷ്യൂ ചെയ്തേക്കുന്നത്, അതായത് എത്ര നാൾ കഴിയുമ്പോഴാണ് ആ ഫേസ് വാല്യൂ, അതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മൾ തിരിച്ചു കൊടുക്കാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്തത് നോക്കാം. ഇഷ്യൂ ഡേറ്റ് എന്നാണ്, അതായത് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് എന്നാണ്. ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവും ഒരു 1 ജൂൺ 2020. ആൻഡ് 5 ഇയേഴ്സ് ആണ് മെച്യൂരിറ്റി എന്ന് പറയുമ്പോൾ 1 ജൂൺ 2025 ആകുമ്പോഴത്തേക്കും മെച്യൂരിറ്റി ആയി. സോ ആ ഒരു ഡേറ്റും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഡേറ്റും പറഞ്ഞിട്ടുണ്ടാവും. മോസ്റ്റ് കേസസിലും സെമി ആനുവൽ ആയിരിക്കും, അതായത് വർഷത്തിൽ 2 തവണ വീതമായിരിക്കും. ചിലപ്പോൾ 1 ജാൻ ആയിരിക്കും, പിന്നെ 1 ജൂലൈ ആയിരിക്കും. ഈ ഒരു രീതിയിൽ 6 മാസം കൂടുമ്പോഴായിരിക്കും മോസ്റ്റ് ഓഫ് ദ കേസസിലും എന്ത് പറയുന്നുണ്ടാവുക? ഇൻട്രസ്റ്റ് പറയുന്നുണ്ടാവുക. സോ ഈ ടേംസ് ഒക്കെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. പാർ വാല്യൂ എന്ന് വെച്ചാൽ നോമിനൽ വാല്യൂ, അതിൻ്റെ മുഖവില. കൂപ്പൺ റേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ് അതിന് വരുന്ന ഇൻട്രസ്റ്റ്. മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വർഷത്തേക്കാണ് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്, എപ്പോഴാണ് ആ പൈസ ഫുള്ള് നമ്മൾ തിരിച്ച് റിട്ടേൺ കൊടുക്കേണ്ടി വരിക. ഇഷ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ആദ്യമായിട്ട് ഫസ്റ്റ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ്. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴൊക്കെയാണ് ഇൻട്രസ്റ്റ് കിട്ടുക. ജനറൽ കേസിൽ 1000 എന്നുള്ളതാണ് ഡിഫോൾട്ട് എന്ന് പറയുന്ന പോലെ സെമി ആനുവലാണ് ഡിഫോൾട്ട് ആയിട്ടുണ്ടാവുക. 6 മാസം കൂടുമ്പോഴായിരിക്കും ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഇൻവെസ്റ്റേഴ്സ് ഈ ബോണ്ട് മേടിക്കാനുള്ള റീസൺ എന്തായിരിക്കും? ഒന്നാമത്തെ റീസൺ, ഫിക്സ്ഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് കിട്ടും. നേരത്തെ എക്സാമ്പിൾ പ്രകാരമാണെങ്കിൽ എല്ലാ വർഷവും $100 വെച്ച് നമുക്ക് കിട്ടും. എല്ലാ വർഷവും $100 വെച്ച് നമുക്ക് കിട്ടുന്നുണ്ടാവും. ഒരു മുടക്ക് വരാണ്ട് $100 ഇങ്ങനെ 5 വർഷം നമുക്ക് മുടക്കൊന്നും കൂടാതെ നമുക്ക് കിട്ടും. ആൻഡ് നമ്മൾ ആദ്യം ഇറക്കിയ $1000 നമുക്ക് അവസാനമാകുമ്പോൾ എന്ത് കിട്ടും? റീപേയ്മെൻ്റ് ആയിട്ടും കിട്ടും. ഫസ്റ്റ് തന്നെ ഗുണം എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ഇൻട്രസ്റ്റാണ്. പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഈ $100 വെച്ച് നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവും? ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടാവും. ഈ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ത് കിട്ടും? ലാസ്റ്റ് നമുക്ക് റീപെയ്ഡ് ആയിട്ടും കിട്ടും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം, ബോണ്ട് എന്നൊക്കെ പറയുന്നത് എന്താണ്? ലോവർ റിസ്ക്കാണ് വെൻ കമ്പയർഡ് വിത്ത് ഇക്വിറ്റി. കാരണം ഇൻട്രസ്റ്റ് എന്നുള്ളത് ഒരു ഫിക്സ്ഡ് പേയ്മെൻ്റ് ആണ്. ലിക്വിഡേഷൻ്റെ സമയത്ത് ഫസ്റ്റ് പ്രയോറിറ്റിയും കിട്ടും. ഈ 2 കാര്യം കൊണ്ടും ഡെപ്റ്റാണ് ചീപ്പർ സോഴ്സ് ഓഫ് ഫിനാൻസ്. സോ അതുകൊണ്ട് തന്നെ ലോവർ റിസ്ക് ആണ് വരുന്നുണ്ടാവുക. ഓക്കെ അല്ലേ? ഇത് നമ്മൾ നേരത്തെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. സോ അതുകൊണ്ടാണ് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ഏരിയയിൽ പറയുന്നു ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുക. ഇൻട്രസ്റ്റ് റേറ്റ് ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു 10% ആയിരിക്കും, ചിലപ്പോൾ 8% ആയിരിക്കും, ചിലപ്പോൾ 5% ആയിരിക്കും ചിലപ്പോൾ. ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുക?
അതാണ് ചോദ്യം. എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുക? റിസ്ക് ഫ്രീ റേറ്റ്, അതായത് ഒട്ടും റിസ്ക്കില്ല. നമ്മൾ CAPM പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗവൺമെൻറ്റിൻ്റെ US ട്രഷറി സെക്യൂരിറ്റീസിനെയാണ് ജനറലി നമ്മൾ എന്തെന്ന് പറയുക, റിസ്ക് ഫ്രീ റേറ്റ് എന്ന് പറയുക. ഓൾമോസ്റ്റ് കേസസിലും 2% ആയിരിക്കും. അതായത് ഒരു റിസ്ക് ഇല്ലെങ്കിലും 2% നമുക്ക് എന്ത് കിട്ടണം? ഒരു റിസ്ക് ഇല്ലെങ്കിലും 2% നമുക്ക് റിട്ടേൺ കിട്ടുന്നുണ്ടാവണം. ഓക്കെ, അടുത്തതായിട്ട് പറയുന്നത് റിസ്ക് പ്രീമിയമാണ്. അതായത് ഇപ്പോൾ ഈ 2%-ന് പകരം ചിലപ്പോൾ 10%-നായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, 10%-നായിരിക്കും നമ്മുടെ സാധനം ട്രേഡ് ചെയ്യുന്നുണ്ടാവുക. സോ ഈ എക്സ്ട്രാ കിട്ടുന്ന 8%-നെയാണ് റിസ്ക് പ്രീമിയം എന്ന് പറയുക. അതായത് റിസ്ക് ഓഫ് മാർക്കറ്റ് മൈനസ് റിസ്ക് ഫ്രീ റേറ്റിനെയാണ് നമ്മൾ റിസ്ക് പ്രീമിയം എന്ന് പറയുന്നുണ്ടാവുക. ഇതും നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. ലിക്വിഡിറ്റി, ഇതാണ് പുതിയൊരു കാര്യം. അതായത് പെട്ടെന്ന് സെല്ല് ചെയ്യാൻ പറ്റുന്ന കമ്പനികളുടെ ബോണ്ടാണെങ്കിൽ, അതായത് ഹൈലി റെപ്യൂട്ടേഷനുള്ള കമ്പനി, ഭയങ്കര റെപ്യൂട്ടേഷനും ഭയങ്കര വിശ്വാസയോഗ്യമായ കമ്പനികളുടെ ബോണ്ടൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വേറൊരാൾക്ക് വിൽക്കാൻ പറ്റും. എൻ്റെ കയ്യിൽ ഈ കമ്പനിയുടെ ബോണ്ടാ ഉള്ളത്, നീ മേടിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം വിൽക്കാൻ പറ്റും. സോ അങ്ങനെ ലിക്വിഡിറ്റി കൂടിയതാണെങ്കിൽ റിസ്ക് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ചെറിയ റിട്ടേണേ കിട്ടുള്ളൂ. കാരണം പെട്ടെന്ന് വിറ്റ് ഒഴിവാക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അല്ല, ഹാർഡ് ടു സെല്ലാണ്. ലിക്വിഡിറ്റി വളരെ കുറവാണെങ്കിൽ എന്തായിരിക്കും, ഹൈ റിട്ടേൺ കൊടുക്കേണ്ടി വരും. അതായത് ആ കമ്പനിക്ക് അത്ര വിശ്വാസയോഗ്യതയൊന്നും ഇല്ല. അത് വേറെ ഒരാൾക്ക് വിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ റിസ്ക് കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, കൂടുതൽ റിട്ടേണും കിട്ടുന്നുണ്ടാവണം. സോ ലിക്വിഡിറ്റി എന്നുള്ളൊരു കാര്യമാണ് പുതിയ പോയിന്റ് വരിക. പെട്ടെന്ന് സെൽ ഓഫ് ചെയ്യാൻ, പെട്ടെന്ന് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ബോണ്ടുകളാണെങ്കിൽ അതിനെന്താണ്, റിസ്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ റിട്ടേണും കുറവായിരിക്കും. അല്ല, പാടാണ് വിറ്റ് പോകാം, പെട്ടെന്ന് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന അല്ല എങ്കിൽ റിസ്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ റിട്ടേണും കൂടുതലായിരിക്കും. പിന്നെ ടാക്സ് സ്റ്റാറ്റസ്, ഇൻട്രസ്റ്റ് എന്നുള്ളത് എപ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടാക്സ് അലവബിൾ എക്സ്പെൻസ് ആണ്. നിങ്ങളെ പ്രോഫിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റും ടാക്സും നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. PBIT എന്നല്ലേ പറയുക, പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ആദ്യം ഇൻട്രസ്റ്റ് കുറയ്ക്കും, ഇൻട്രസ്റ്റോടെ കുറച്ച് കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റിൻ്റെ മേലെയാണ് ടാക്സ് കൊടുക്കേണ്ടത്. ആദ്യം പ്രോഫിറ്റ് വരും, അതിൽ നിന്ന് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കും. അത് കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ PBT എന്ന് പറയും, പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. PBTയുടെ മേലെയാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, ടാക്സ് കൊടുക്കേണ്ടത്. പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ്, പ്രോഫിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ടുള്ള എമൗണ്ടിൻ്റെ മേലെ വേണം ടാക്സ് കൊടുക്കാൻ. സോ ഇൻട്രസ്റ്റ് എന്നുള്ളത് എപ്പോഴും ടാക്സ് അലവബിൾ ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആണ്. പക്ഷേ ടാക്സബിൾ അല്ലാത്ത ഇൻട്രസ്റ്റുകളും ഉണ്ട്. അതായത് ടാക്സ് കൊടുക്കേണ്ടാത്തത്, എക്സാമ്പിൾ ഗവൺമെൻറ്റിൻ്റെ സാധനങ്ങൾ, അതായത് US ഗവൺമെൻറ് തന്നെ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിന് ടാക്സ് കൊടുക്കണ്ട. കോർപ്പറേറ്റ് ബോണ്ട്സ്, അതായത് ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ട്സ് ആണെങ്കിൽ അതിനെന്ത് കൊടുക്കേണ്ടി വരും, ടാക്സ് കൊടുക്കേണ്ടി വരും. ഈ ഒരു ടാക്സ് സ്റ്റാറ്റസും കൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുക. ബോണ്ട്സ് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നതാണെങ്കിൽ അതിന് ടാക്സ് കൊടുക്കണ്ട, ടാക്സ് ഫ്രീ ആയിരിക്കും. അല്ല, പ്രൈവറ്റ് കമ്പനീസ് കോർപ്പറേറ്റ് ബോണ്ട്സ് ആണെങ്കിൽ അത് ടാക്സബിളും ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ബോണ്ടിൻ്റെ കോൺട്രാക്റ്റ് എന്താണെന്ന് നിങ്ങളെ നോക്കിയിട്ട് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ബോണ്ടിൻ്റെ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു ലീഗൽ എഗ്രിമെൻ്റ് ആണ് ഇഷ്യൂവറും ബോണ്ട് ഹോൾഡറും തമ്മിൽ. അതായത് ഇത്ര വർഷത്തേക്കുള്ള ബോണ്ടാണിത്, ഇതിൻ്റെ ഫേസ് വാല്യൂ 1000 ആയിരിക്കും, ഇതിന് കിട്ടാൻ പോകുന്ന റിട്ടേൺ 10% ആയിരിക്കും, ഇത് ഇഷ്യൂ ഡേറ്റ് ഇതാണ് വരുന്നത്, ആൻഡ് മെച്യൂരിറ്റി വരുന്നത് ഇന്ന ഡേറ്റിലാണ്. കണ്ടോ, ഈ കാര്യങ്ങളായിരിക്കും അതിലുണ്ടാവുക. എത്ര ശതമാനമാണ് ഇൻട്രസ്റ്റ് റേറ്റ്, എന്നാണ് മെച്യൂരിറ്റി വരുന്നത്, 6 മാസം കൂടുമ്പോഴാണോ, എങ്ങനെയാണ് ഇൻട്രസ്റ്റ് പേ വരുന്നത്, കവനൻസ് എന്തെങ്കിലും ഉണ്ടോ, അതായത് ഉറപ്പിന് എന്തെങ്കിലും പണയം പോലെ എന്തെങ്കിലും നമ്മൾ വെക്കുന്നുണ്ടോ, ഇത്രയും കാര്യങ്ങളായിരിക്കും ബോണ്ട് കോൺട്രാക്റ്റ് വരുന്നുണ്ടാവുക. ഇനി വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ബോണ്ടിൻ്റെ ജനറൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ബോണ്ട്, അതിന് ഫേസ് വാല്യൂ ഉണ്ടാവും, $1000 ആണ് ഫേസ് വാല്യൂ. ഇൻട്രസ്റ്റ് കിട്ടുക 8% ആണ്. ഇഷ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 1 ജാനുവരി ആണ്. മെച്യൂരിറ്റി ഡേറ്റ് 31 ഡിസംബർ 2019 ആണ്. സോ 10 ഇയേഴ്സിലേക്കുള്ള ബോണ്ടാണ്. ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് സെമി ആനുവലി ആണ്, 30 ജൂണിനും ഡിസംബർ 31-നും. സോ ഇതിൻ്റെ കാര്യം നമുക്ക് നോക്കാം. ഇൻട്രസ്റ്റ് പേ ചെയ്യുക 6 മന്ത്സ് കൂടുമ്പോഴാണ്. $1000
$1,000 അതിൻ്റെ ഫേസ് വാല്യൂ വരുന്നത്. എത്ര ശതമാനമാടാ? 8% വരുന്നത്. 1000ൻ്റെ 8% എത്രയാണ്? എല്ലാവർക്കും അറിയാം, 80 ആണ് വരിക. ഒരു വർഷത്തേക്ക് പെർ ആനം 6 മന്ത്സിലേക്കാവുമ്പോഴോ 80/2 അഥവാ 80 × 6/12 ചെയ്യുക. $40 ആയിരിക്കും. $40 6 മാസത്തേക്ക് വരുന്ന ഇൻട്രസ്റ്റ്. $40 കണ്ടോ, 6 മാസത്തേക്ക് വരുന്നത് $40 ആയിരിക്കും. ഒരു വർഷത്തേക്ക് വരുന്നതോ 1 ഇയറിലേക്ക് വരുന്നത് $80. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, $80 ആണ് 1 ഇയറിലേക്ക് വരിക. ഇത് എത്ര വർഷത്തേക്കുള്ള ബോണ്ടാടാ? 10 ഇയേഴ്സിലേക്കാണ്. സോ 10 ഇയർ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എത്ര വരും? 10 ഇയർ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ 80 × 10 $800. $800 ആണ് എന്തെന്ന് പറയുക? 10 വർഷം കൊണ്ട് കിട്ടാൻ പോകുന്ന ഇൻട്രസ്റ്റ്. 10 വർഷം കൊണ്ട് കിട്ടാൻ പോകുന്ന ഇൻട്രസ്റ്റ് 800 ആണ്. ആൻഡ് 10ാമത്തെ വർഷം മെച്യൂരിറ്റി ആകുമ്പോൾ നമ്മൾ എന്തുകൂടി റീപേ ചെയ്യണം? പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ടുള്ള $1,000 കൂടി പേ ചെയ്യണം. സോ ഇതിൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ബോണ്ട് എടുക്കുന്നതുകൊണ്ട് നമ്മൾ ടോട്ടലി കൊടുക്കേണ്ടി വരുന്ന കാശ് ഈ $1,000 + $800, $1,800 ആയിരിക്കും നമുക്ക് വരുന്ന കോസ്റ്റ്, ഈ ഒരു ബോണ്ടിന് വരുന്ന കോസ്റ്റ്. മനസ്സിലായില്ലേ ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്ന്? നമ്മൾ പേ ചെയ്യേണ്ടി വരുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 6 മന്ത്സ് കൂടുമ്പോഴാണ്. $40 വെച്ച് 6 മാസത്തേക്ക് പേ ചെയ്യണം. സോ ഒരു വർഷത്തേക്കെന്ന് പറയുമ്പോൾ $80. 10 വർഷം ഈ ഇൻട്രസ്റ്റ് പേ ചെയ്യണം. 10 വർഷത്തേക്കുള്ള ബോണ്ടാണ്. 10 വർഷത്തേക്ക് ഈ ഇൻട്രസ്റ്റ് പേ ചെയ്യണം. സോ 80 × 10 $800 ആയിരിക്കും 10 വർഷം കൊണ്ട് പേ ചെയ്യേണ്ടി വരുന്ന ഇൻട്രസ്റ്റ് മാത്രം. ആൻഡ് പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ടുള്ള 1000 റിട്ടേൺ ചെയ്യണം. സോ 1000 + 800 1800 ആയിരിക്കും നമുക്ക് ടോട്ടലി കൊടുക്കേണ്ടി വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ സിമ്പിളാക്കി എഴുതിയേക്കുന്നത്. ഇൻട്രസ്റ്റ് പെർ 6 മന്ത്സ് എന്ന് പറയുന്നത് $40 ആണ്. 10 ഇയേഴ്സിലേക്കാവുമ്പോൾ 8000 ഇൻട്രസ്റ്റും വരും, 1000 റീപേയ്മെൻറ്റും വരും. സോ ടോട്ടലി റിസീവ് ചെയ്യുക, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾ റിസീവ് ചെയ്യുക 1800 ആയിരിക്കും. കമ്പനിക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് $800 ആയിരിക്കും. ഈ 1000 എന്നുള്ള ക്യാപിറ്റൽ എടുത്തതിന് $800 ആയിരിക്കും കമ്പനിക്ക് വരുന്ന കോസ്റ്റ് എന്നുള്ളത്. ഓക്കെ അല്ലേ? ഇനി എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കേണ്ട കീ ടേക്ക് അവേഴ്സ് എന്ന് പറഞ്ഞാൽ, ബോണ്ടെന്ന് പറയുന്നത് ഫിക്സഡ് ഇൻകം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഫിക്സഡ് ഇൻകം ആണ്. ഫിക്സഡ് ഇൻകം എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് ആണ് നിങ്ങളുടെ ഫിക്സഡ് ഇൻകം. ഫോർ ആർക്ക്? ഇൻവെസ്റ്റേഴ്സിന്. ആൻഡ് എ ലോങ് ടേം ഫിനാൻസിങ് ടൂൾ. നമുക്ക് 10 വർഷത്തേക്കും 15 വർഷത്തേക്കൊക്കെ എടുക്കാവുന്ന ലോങ് ടേമിലേക്ക് ഫിനാൻസ് എടുക്കാവുന്ന ഒരു ടൂളാണ്. ആർക്ക്? കമ്പനീസിന്. കോസ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കമ്പനിയുടെ ബോറോവിങ് കോസ്റ്റ്. അതായത് എത്ര ഇൻട്രസ്റ്റ്? 800 ഇൻട്രസ്റ്റ് കൊടുക്കുന്ന വരുന്നുണ്ട്. അതാണ് കമ്പനിക്ക് വരുന്ന ബോറോവിങ് കോസ്റ്റ്. റിട്ടേൺ എന്ന് പറഞ്ഞാലോ, ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺ എന്ന് പറഞ്ഞാൽ അവരുടെ ഈ റിക്വയർഡ് റിട്ടേൺ, അതും ഈ 800 തന്നെയായിരിക്കും. സോ ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇതിൽ നിന്ന് പഠിക്കാനുള്ളത്. എന്താണ് ബോണ്ട്, എങ്ങനെയാണ് ബോണ്ട് പ്രവർത്തിക്കുന്നത്. ഇതാണ് ഒരു 15 മിനിറ്റ്സ് പ്ലസ് ഉള്ള ഒരു വീഡിയോ ആയിരിക്കും. സോ ഫസ്റ്റ് വീഡിയോയിൽ ഇത്രയും മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എന്താണ് ബോണ്ട്, എങ്ങനെയാണ് ബോണ്ട് പ്രവർത്തിക്കുന്നത്, കുറച്ച് കീ ഫീച്ചേഴ്സ് ടേംസ് പഠിച്ചു, പാർ വാല്യൂ എന്താണ്, ഇൻട്രസ്റ്റ് റേറ്റ് എന്താണെന്നുള്ള കാര്യങ്ങൾ പഠിച്ചു, എന്തുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് ബോണ്ട് മേടിക്കണം എന്ന് പഠിച്ചു, കാരണം ഇൻട്രസ്റ്റ് ഫിക്സ്ഡ് ആയിട്ട് കിട്ടും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെന്താ, ബോണ്ട് കോൺട്രാക്റ്റിൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു, ഒരു ബോണ്ടിൻ്റെ എക്സാമ്പിളും നമ്മൾ നോക്കി. സോ ഫസ്റ്റ് വീഡിയോയിൽ ഇത്രയും മതി. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾ തന്നെ കണ്ടോ. ഈ ഒരു ക്യൂരിയോസിറ്റിയോടുകൂടി തന്നെ അടുത്ത വീഡിയോയിലേക്ക് പോക്കോ. ഇപ്പോഴും ബ്രേക്ക് എടുക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോ കൂടെ കണ്ടിട്ട് വേണേൽ നമുക്ക് ബ്രേക്കിനെ പറ്റി ചിന്തിക്കാം. അടുത്തൊരു വീഡിയോയും കൂടെ. മടുക്കല്ലടാ, ഒന്നും ആയിട്ടില്ല, നമുക്ക് ഈ സെഷൻ ഈ വിൻഡോയിൽ തന്നെ പാസ്സാവണം. സോ ബ്രേക്ക് എടുക്കാതെ തന്നെ വേണമെങ്കിൽ പോയി ഒന്ന് വെള്ളം കുടിച്ചിട്ട് പോലെ അടുത്ത വീഡിയോയിലേക്ക് പോക്കോ. ഓക്കെ, ഗുഡ് ലക്ക് ഓൾ.